എരുമേലി എയർപോർട്ടിനായി സർക്കാർ വിഭാവനം ചെയ്ത ചെറുവള്ളി എസ്റ്റേറ്റ് ദേവസ്വം ഭൂമി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അധീനതയിലുണ്ടായിരുന്ന 2203 ഏക്കറാണ്. പുരാതന രേഖകളിൽ ചെറുവള്ളിക്കാവ് ചേരമ്പാടി ദേവസ്വങ്ങളുടെ ഭൂമി എന്നാണ് ചെറുവള്ളി എസ്റ്റേറ്റിനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. റവന്യൂ സെറ്റിൽമെന്റ് രജിസ്റ്ററിലും ഇത് ദേവസ്വം ഭൂമിയായി കണക്കാക്കുന്നു. ശ്രീ പണ്ടാരവക എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. രേഖകൾ കയ്യിലുണ്ടായിട്ടും ഭൂമി തിരിച്ചുപിടിക്കാൻ നടപടിയില്ല. രേഖകൾ ജനം TV പുറത്തുവിടുകയാണ്. ജനം ബിഗ് ബ്രേക്കിംഗ്. ഈ വളരെ പ്രധാനപ്പെട്ട വാർത്തയുടെ വിശദാംശങ്ങൾ അരുൺ കൊടുങ്ങൂരാണ് ഈ ചെറുവള്ളി എസ്റ്റേറ്റിൽ നിന്നും നൽകുന്നത്. അരുൺ, വളരെ സുപ്രധാനമായ ചില രേഖകളാണ് അരുൺ കൊടുങ്ങൂർ പുറത്തുവിടുന്നത്. കാരണം ഈ ശബരിമല എയർപോർട്ട് അതല്ലെങ്കിൽ എരുമേലി എയർപോർട്ട് എന്ന ഈ നിർദ്ദിഷ്ട പദ്ധതിയുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ ആ ഭൂമി നിൽക്കുന്നത്, അതായത് ഈ ചെറുവള്ളി എസ്റ്റേറ്റ് എന്ന് പറയുന്നത് തന്നെ ദേവസ്വം ഭൂമിയാണ് എന്ന് കൃത്യമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്ന തെളിവുകളാണല്ലോ നമ്മൾ പുറത്തുവിടുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുവാൻ. ശബരിമലയിൽ ഒരു വശത്ത് ഇങ്ങനെ ഭഗവാന്റെ മുതൽ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുന്നു. തൊട്ടു താഴെ എരുമേലിലും ഇത്തരത്തിലുള്ള സമാനമായ തട്ടിപ്പുകൾ തന്നെയാണ് നടക്കുന്നത്. അത് ഒരിടത്ത് മാത്രമല്ല, ദേവസ്വം ഭൂമിയിൽ തന്നെ വലിയ ക്രമക്കേട്, വലിയ തട്ടിപ്പ് ഒക്കെ തന്നെ നടക്കുന്നതിൻ്റെ വിശദാംശങ്ങൾ തന്നെയാണ് ഈ ഓരോ വാർത്തകളിലൂടെയും നമുക്ക് പുറത്തുവിടാൻ കഴിയുന്നത്. എന്തുകൊണ്ട് ഇത്ര മൂല്യമുള്ള, ഏകദേശം അടിസ്ഥാന വില വെച്ച് നോക്കുമ്പോൾ പോലും 2000 കോടിയിലധികം രൂപ വിലമതിക്കുന്ന ഈ ചെറുവള്ളി എസ്റ്റേറ്റ് എന്തുകൊണ്ട് ദേവസ്വം ബോർഡ് തിരിച്ചു പിടിക്കുന്നതിന് ഒരു തരത്തിലുള്ള ഇടപെടലും ഒരു ചെറുവിരൽ പോലും അനക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ള ഏറ്റവും വസ്തുതാപരമായ ഒരു ചോദ്യമാണ് നമ്മൾ ചോദിക്കുന്നത്. ഇടയ്ക്ക് പ്രയാർ ഗോപാലകൃഷ്ണൻ അടക്കമുള്ള ചില ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ ഈ ചെറുവള്ളി എസ്റ്റേറ്റ് തിരിച്ചു പിടിക്കാനുള്ള ഒരു ചെറിയ ശ്രമങ്ങൾ നടത്തിയിരുന്നു. പക്ഷേ അതിന് അവർ നേരിടേണ്ടി വന്നത് വലിയൊരു പ്രത്യാഘാതമാണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഈ ഒരു വിഷയത്തിൽ പിന്നിലുള്ള വലിയ ശക്തികളുടെ സമ്മർദ്ദം എന്ത് എന്നുള്ള കാര്യത്തിൽ ഈ ഒരു ചെറിയ ഇടപെടലിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കും. മറ്റുള്ള ഇടത് വലത് മുന്നണി സർക്കാരുകൾ വന്നു, അതോടൊപ്പം തന്നെ ദേവസ്വം പ്രസിഡന്റുമാർ വന്നു, ദേവസ്വം ബോർഡ് അംഗങ്ങൾ വന്നു, ദേവസ്വത്തിൻ്റെ ഉദ്യോഗസ്ഥരൊക്കെ തന്നെ മാറി മാറി വന്നു. പക്ഷേ ഒരാൾക്ക് പോലും ഈ വിഷയത്തിൽ കൃത്യമായ ഒരു ഇടപെടൽ നടത്താൻ, ഈ ഭൂമി തിരിച്ചു പിടിക്കുന്ന നടപടിയിലേക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യം കൂടിയാണ് നമ്മളിവിടെ ചോദിക്കുന്നത്. എന്തായാലും വലിയൊരു തട്ടിപ്പ്, വലിയൊരു ക്രമക്കേട്, വലിയൊരു ഇടപാടുകൾ ഇതിന് പിന്നിൽ നടന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള സംശയവുമില്ല. വലിയൊരു ഗൂഢാലോചന തന്നെ ഈ ഒരു വിഷയത്തിൽ നടന്നു എന്നാണ് നമ്മൾ നടത്തിയ അന്വേഷണത്തിലൂടെ കൃത്യമായി, വ്യക്തമായി, സ്പഷ്ടമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഗൗതം.